ഇന്ന് സഭ അവസാനിക്കുന്ന ദിവസമാണ്. സാർ, ഈ മന്ത്രി രാജിവെച്ചാൽ എത്ര സ്മൂത്തായി ഈ മന്ത്രിസഭ കൊണ്ടുപോകും. ഈ സഭാ സമ്മേളനം നമുക്ക് അവസാനിപ്പിച്ച് പോകാൻ സാധിക്കും. അതല്ലെങ്കിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തെ ഒഴിവാക്കിയാൽ പോരെ. ഞങ്ങൾ ഇപ്പൊ 5 വർഷം പൂർത്തീകരിക്കാൻ പോവുകയാണല്ലോ സാർ. ഞങ്ങൾ ഈ നിരന്നിരിക്കുന്ന മന്ത്രിമാരുണ്ടല്ലോ, ഞങ്ങളിൽ ആരുടെയെങ്കിലും പേരിൽ ഈ 5 വർഷത്തെ നിയമസഭയിൽ നിങ്ങൾക്കൊരു അഴിമതി ആരോപണം കൊണ്ടുവരാൻ കഴിഞ്ഞോ? ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ് എന്ന് ഞങ്ങളുടെ മുഖ്യമന്ത്രി പറയുമ്പോ നിങ്ങൾ അധിക്ഷേപിക്കില്ലേ? എന്നാൽ ഈ 5 വർഷം നിങ്ങൾക്ക് ഈ സഭയിൽ ഞങ്ങളുടെ മന്ത്രിമാർക്കെതിരെ ഒരു അഴിമതി ആരോപണം ഉന്നയിച്ച് ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ നിങ്ങൾക്ക് എന്തേ കഴിയാതെ പോയി? കാരണം അങ്ങനെ ഒരു ആരോപണത്തിന്റെ കണിക പോലും ഉണ്ടാകാവുന്ന ഒരു കാര്യവും ഈ മന്ത്രിസഭയ്ക്കകത്ത് ആരും ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്കും ഉറപ്പുള്ളത് കൊണ്ടാണ് സാർ. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും കഴിവുകെട്ട വിരുദ്ധവാദപരമായി പെരുമാറുന്ന നശീകരണാത്മകമായ പ്രതിപക്ഷമാണ് ഈ നിയമസഭയ്ക്കകത്തുണ്ടായത് എന്ന് നിങ്ങൾ കാണണം. എങ്ങനെയെങ്കിലും ഈ സഭയൊന്ന് തീർന്നു കിട്ടിയാൽ മതി, ഇവിടെ നിന്ന് ഒന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി എന്ന മാനസികാവസ്ഥയിലാണ് സ്വന്തം സീറ്റിലിരിക്കാൻ അവിടെ ഇരുന്നു കൊണ്ടൊരു പ്രശ്നം ഉന്നയിക്കാൻ പോലും കഴിയാതെ രാവിലെ 9 മണിക്ക് തന്നെ നേരെ ഇറങ്ങിയാണ്. ചട്ടം 50 പ്രകാരമുള്ള ഒരു നോട്ടീസ് ഇവർ തന്നിട്ട് കാലം എത്രയായി സർ? എത്ര കാലമായി? നേരെ വെല്ലിലിറങ്ങുകയാണ് സർ. നിയമസഭയിൽ വെല്ലിലിറങ്ങിയ പ്രതിപക്ഷത്തെ ഈ തെരഞ്ഞെടുപ്പിൽ ആളുകൾ ആഴക്കിണറ്റിലേക്ക് വലിച്ചെറിയുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ആ സർക്കാരിനെതിരെ അവിശ്വാസം കൊണ്ടുവരാൻ അവർക്ക് മുട്ടുവിറയ്ക്കും സർ, അവർക്ക് മുട്ടുവിറയ്ക്കും. ഈ പ്രതിപക്ഷത്തെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഒരു പാഠം പഠിപ്പിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. രമേശ് ചെന്നിത്തല ഇത് പറയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന കാര്യങ്ങളും കേൾക്കാനുള്ള പ്രാഥമികമായ മര്യാദ അദ്ദേഹം ഇപ്പോ സഭയിൽ 2 ദിവസമായി ലീഡ് ചെയ്യുകയാണ് പ്രതിപക്ഷത്തെ. അങ്ങ് പറഞ്ഞ കാര്യങ്ങളെല്ലാം സഭ ശ്രദ്ധാപൂർവം കേട്ടതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് കേൾക്കാനുള്ള ക്ഷമ അങ്ങയുടെ അനുയായികൾക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കും നന്നായിരിക്കും സാർ. അദ്ദേഹം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇന്നലെയും ഈ സഭയിൽ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി സാർ. ഇതിനകത്തൊരു ചട്ടം 63 ഉണ്ട് സാർ. ചട്ടം 63 അദ്ദേഹത്തിന് അറിയാവുന്നതാണ്. ചട്ടം 63 എന്ന് പറഞ്ഞാൽ സാർ, മന്ത്രിസഭയ്ക്കെതിരായ അവിശ്വാസ പ്രമേയം സാർ ഈ പ്രതിപക്ഷം ഈ വെല്ലിലിരുന്നും അവിടെ ഇരുന്നും ആവശ്യപ്പെടുന്നതും അങ്ങിപ്പോ വളരെ വിനയത്തോടുകൂടി ആവശ്യപ്പെട്ടതും മന്ത്രി രാജിവെക്കണം, മന്ത്രിസഭയ്ക്കകത്തുള്ള അവിശ്വാസം നിങ്ങൾക്ക് ഈ 5 വർഷം സാർ ധൈര്യപൂർവം ഒരു അവിശ്വാസം ഈ സഭയ്ക്കകത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞോ? എന്തേ നിങ്ങൾ ഈ നിയമസഭയുടെ ഈ ചട്ടം ഉറപ്പു നൽകുന്ന അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ ധൈര്യമില്ലാതെ പോയത്? അവര് കാരണം അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ തുറന്നു കാട്ടപ്പെടുന്നത് ഭരണപക്ഷമായിരിക്കില്ല, തുറന്നു കാട്ടപ്പെടുന്നത് പ്രതിപക്ഷം മാത്രമായിരിക്കും സാർ. സാർ, ഇപ്പൊ അദ്ദേഹം ഒരു മന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾ ഇപ്പൊ 5 വർഷം പൂർത്തീകരിക്കാൻ പോവുകയാണല്ലോ സാർ. ഞങ്ങൾ ഈ നിരന്നിരിക്കുന്ന മന്ത്രിമാരുണ്ടല്ലോ, ഞങ്ങളിൽ ആരുടെയെങ്കിലും പേരിൽ ഈ 5 വർഷത്തെ നിയമസഭയിൽ നിങ്ങൾക്കൊരു അഴിമതി ആരോപണം കൊണ്ടുവരാൻ കഴിഞ്ഞോ? ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ് എന്ന് ഞങ്ങളുടെ മുഖ്യമന്ത്രി പറയുമ്പോ നിങ്ങൾ അധിക്ഷേപിക്കില്ലേ? എന്നാൽ ഈ 5 വർഷം നിങ്ങൾക്ക് ഈ സഭയിൽ ഞങ്ങളുടെ മന്ത്രിമാർക്കെതിരെ ഒരു അഴിമതി ആരോപണം ഉന്നയിച്ച് ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ നിങ്ങൾക്ക് എന്തേ കഴിയാതെ പോയി? കാരണം അങ്ങനെ ഒരു ആരോപണത്തിന്റെ കണിക പോലും ഉണ്ടാകാവുന്ന ഒരു കാര്യവും ഈ മന്ത്രിസഭയ്ക്കകത്ത് ആരും ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്കും ഉറപ്പുള്ളത് കൊണ്ടാണ് സാർ. ഈ ഗവൺമെന്റ് ജനങ്ങൾ അഭിമുഖീകരിക്കുന്നത് സാർ സാർ, ഈ ഗവൺമെന്റ് ജനങ്ങൾ അഭിമുഖീകരിക്കുന്നത് പ്രകടന പത്രികയ്ക്കകത്ത് നൽകിയ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചു എന്ന ആത്മവിശ്വാസത്തോടെയും അഭിമാനത്തോടു കൂടിയാണ് സാർ. ഇവിടെ ഇപ്പോ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഇരിക്കുന്നുണ്ടല്ലോ. ഇന്ന് ബഹുമാനായ മുഖ്യമന്ത്രി 5 ലക്ഷം വീടുകൾ കേരളത്തിൽ പൂർത്തീകരിക്കുന്ന പ്രഖ്യാപനം നടത്തുകയാണ്. നിങ്ങളുടെ വീടുകളല്ല സാർ. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വയനാടിന്റെ മുൻ MP, ഇപ്പോ മറ്റൊരു മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന MP, പ്രിയങ്ക ഗാന്ധി എന്ന വയനാടിന്റെ MP, 1 രൂപ അവിടത്തെ വയനാട് ദുരന്തത്തിന് നൽകാൻ കഴിഞ്ഞോ? ഇടതുപക്ഷത്തിന് MP-മാർ നൽകിയില്ലേ? 1 രൂപ അവർ നൽകിയോ? നിങ്ങൾ പണം, നിങ്ങൾ ഇവിടെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ വീടിന് വേണ്ടി പിരിച്ച പണം, ആ പണം എവിടെ പോയി? നിങ്ങൾക്ക് എന്തുകൊണ്ട് ആ പണം ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി വിനിയോഗിക്കാൻ കഴിഞ്ഞില്ല? അപ്പൊ അങ്ങേയറ്റം നിങ്ങൾക്കെതിരെയാണ് സാർ യഥാർത്ഥത്തിൽ അവിശ്വാസം നിൽക്കുന്നത്.
കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും കഴിവുകെട്ട വിരുദ്ധവാദപരമായി പെരുമാറുന്ന വശീകരണാത്മകമായ പ്രതിപക്ഷമാണ് ഈ നിയമസഭയ്ക്കകത്തുണ്ടായത് എന്ന് നിങ്ങൾ കാണണം. അതുകൊണ്ടാണ് സാർ ഞങ്ങൾക്കെതിരെ ഈ നിയമസഭയുടെ ചട്ടം അംഗീകാരം നൽകുന്ന ഒരു അവിശ്വാസ പ്രമേയം പോലും കൊണ്ടുവരാൻ ധൈര്യമില്ലാതെ ഇവിടെ ഇരുന്ന് മുദ്രാവാക്യം വിളിക്കുന്ന ആളുകളായി മാത്രം മാറി. സാർ, ജനങ്ങളിത് കാണും. അദ്ദേഹം പറഞ്ഞല്ലോ, ഹൈക്കോടതി ഞങ്ങൾ വിജിലൻസ് കോടതി പറഞ്ഞത് മാത്രമേ സൂചിപ്പിച്ചിട്ടുള്ളൂ. സാർ, ഗവൺമെന്റ് ഞങ്ങൾ പലതവട്ടം സൂചിപ്പിച്ചു, ഈ നിയമസഭയ്ക്കകത്ത് തന്നെ അവതരിപ്പിച്ചു. ഡിവിഷൻ ബെഞ്ചിന്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണം. ആരാ തമ്പ്രിയെ കുറിച്ച് പറഞ്ഞത്? നിങ്ങൾ BJPക്ക് സംഭാവന ചെയ്ത ഒരാളുണ്ടല്ലോ, KS രാധാകൃഷ്ണൻ. അങ്ങേക്ക് നന്നായിട്ട് അറിയാലോ, നിങ്ങൾ സംഭാവന ചെയ്ത ആളാണല്ലോ KS രാധാകൃഷ്ണൻ. അദ്ദേഹം എന്താ തമ്പ്രിയെ കുറിച്ച് പറഞ്ഞത്? ഞങ്ങൾ പറയുന്നു തമ്പ്രി കുറ്റക്കാരനാണോ കുറ്റക്കാരനല്ലയോ എന്നതിൽ ഗവൺമെന്റിന് അഭിപ്രായമേ ഇല്ല. ഇതിനകത്തെ ആരാണെങ്കിലും കുറ്റക്കാരനാണോ അല്ലയോ എന്നതിലും ഞങ്ങൾക്ക് അഭിപ്രായമില്ല. സ്വതന്ത്രമായ അന്വേഷണം ഡിവിഷൻ ബെഞ്ച് നടത്തുന്നു. അങ്ങയുടെ അഭിപ്രായത്തിൽ ഹൈക്കോടതിക്ക് മുകളിലുള്ള സുപ്രീം കോടതിയാണോ വിജിലൻസ് കോടതി? അങ്ങനെയാണോ വിജിലൻസ് കോടതി? ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം, ഡിവിഷൻ ബെഞ്ചിന്റെ ഓപ്പൺ കോർട്ടിനകത്തിൽ ഒബ്സർവേഷൻ അല്ല, ഓർഡറിനകത്ത് ഹൈക്കോടതി പറയുന്നു കുറ്റമറ്റ അന്വേഷണം, ശരിയായ വിഷയത്തിൽ അന്വേഷണം. കുറ്റപത്രം വെറുതെ കൊടുക്കലല്ല, കുറ്റപത്രം കുറ്റമറ്റ രീതിയിൽ കൊടുക്കാനാണ് അന്വേഷണ സംഘം ശ്രമിക്കുന്നതെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറയുമ്പോ അതിന് മുകളിൽ വിജിലൻസ് കോടതിയുടെ പരാമർശം വരുന്നു. അത് എമ്പാട് നോക്കട്ടെ കോടതി, ഹൈക്കോടതി നോക്കട്ടെ. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറയുന്നു ഈ അന്വേഷണ സംഘം വേണ്ട. ആയിക്കോട്ടെ, ഞങ്ങൾ കൊടുത്ത പേരുകളല്ലല്ലോ, അവർ നിശ്ചയിച്ച പേരുകളല്ലേ. ഹൈക്കോടതി അന്വേഷണ സംഘം പറയുന്നു ഈ അന്വേഷണം തെറ്റാണ്. ആയിക്കോട്ടെ, പക്ഷെ ഇതുവരെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറയുന്നു ഏറ്റവും ശരിയായ അന്വേഷണം, ഏറ്റവും ശരിയായ രൂപത്തിൽ പോകുന്നു. ഇപ്പൊ നിങ്ങൾ ഇവിടെ സാർ, ബഹുമാനായ പ്രതിപക്ഷ മേധാവ് എല്ലാവരും കോടതിയിലേക്ക് ഓടിപ്പോകുന്നവരാണല്ലോ. ഇതിനകത്ത് കോടതിയിൽ പോകാതിരുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്കൊരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ ധൈര്യമില്ല എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ കൊടുത്ത എല്ലാ കേസുകളും നീതിന്യായ പീഠത്തെ വലിച്ചെറിഞ്ഞു കളഞ്ഞ അനുഭവമില്ലേ? K4 ആകാം, അല്ലെങ്കിൽ AA ക്യാമറയാകാം, ഏത് കേസുകളാണെങ്കിലും പ്രതിപക്ഷ മേധാവിന് പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ എന്ന് ചോദിച്ചത് ഞങ്ങളല്ല. അവരെ കൊണ്ടിരുത്തിയാൽ നമുക്ക് ചർച്ച ചെയ്യാം, അവരെ കൊണ്ടിരുത്തിയാൽ മതി എന്ന് ചോദിച്ചത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് സാർ. അപ്പൊ ഇത്രയും കഴിവുകെട്ട പ്രതിപക്ഷം ശരിയായ രൂപത്തിൽ ജനങ്ങൾ നൽകിയ ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ പൂർണ്ണമായും പരാജയപ്പെട്ട വശീകരണാത്മകമായ പ്രതിപക്ഷം കേരളത്തിനെതിരാണ് സാർ. ഇവർ ഞങ്ങൾക്കെതിരല്ല, ഇവർ കേരളത്തിനെതിരാണ്. കേരളത്തിന്റെ എല്ലാ മല്ല പദ്ധതികൾക്കും എതിരാണ്. വയനാടൻ തുരങ്കപാത പറ്റില്ല, ദേശീയപാത വീതി കൂട്ടൽ പറ്റില്ല, വിഴിഞ്ഞം തുറമുഖം പറ്റില്ല, കിഫ്ബി പറ്റില്ല, അതേപോലെ തന്നെ ലൈഫ് പദ്ധതി പറ്റില്ല. എല്ലാത്തിനെയും എതിർത്ത വശീകരണാത്മകമായ പ്രതിപക്ഷമാണ്. പാഠപുസ്തകം പാഠപുസ്തകത്തെ കുറിച്ച് പറഞ്ഞത് എന്തിനാണ് പാഠപുസ്തകം? ബഹുമാനായ ശ്രീ രമേശ് ചെന്നിത്തല പറയാണ് എന്തിനാണ് ഈ പേപ്പർ കമ്പനി ഏറ്റെടുത്തത്? അത് ക്യാമ്പിന് അടച്ചുപൂട്ടിക്കൂടെ? ഇങ്ങനെയുള്ള ഈ പ്രതിപക്ഷം കേരള സമൂഹത്തിന് മുൻപിൽ തുറന്നു കാട്ടപ്പെടും. അതുകൊണ്ട് നിങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ ഇടമില്ലാത്തവരായി മാറാൻ പോകുന്നത് നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം എന്ന് ഈ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബഹുമാന്യനായ പെട്ടെന്ന് കുറച്ച് പറയാനുണ്ട് സർ. ബഹുമാന്യനായ ശ്രീ K. ബാബു അദ്ദേഹം ഇനി മത്സരിക്കുന്നില്ലെന്നൊക്കെ വാർത്തകൾ കാണുകയുണ്ടായി. അപ്പോ അദ്ദേഹവും പ്രഖ്യാപിച്ചതായിട്ടാണ് കാണുന്നത്. അപ്പൊ ഇനി മത്സരിക്കാൻ ഇല്ല എന്ന് ഉറപ്പായപ്പോ 2 ദിവസം അദ്ദേഹത്തിന് ഒരു സമാശ്വാസ സമ്മാനം എന്ന നിലയിൽ പ്രതിപക്ഷ നേതാവിന്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ്. നോക്കൂ, അദ്ദേഹം ഇവിടെ പറഞ്ഞത് ഇന്ന് സഭ തീരുകയാണ് എന്നാണ്. സർ, ആരാണ് തീരുമാനിച്ചത് ഇന്ന് സഭ തീരാൻ പോകുന്നു എന്നത്? അല്ല, ബഹുമാന്യനായ ശ്രീ K. ബാബു ഉൾപ്പെടെയുള്ള പ്രതിപക്ഷാംഗങ്ങൾ ശ്രീ K. ബാബു ഉൾപ്പെടെയുള്ള പ്രതിപക്ഷാംഗങ്ങൾ എങ്ങനെയെങ്കിലും ഈ സഭയൊന്ന് തീർന്നു കിട്ടിയാൽ മതി, ഇവിടെ നിന്ന് ഒന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി എന്ന മാനസികാവസ്ഥയിലാണ് സർ. അതുകൊണ്ടാണ്, കാരണം അവർക്ക് ഈ സഭയിൽ സർക്കാരിനെതിരെ ഒരു കാതലായ പ്രശ്നവും ഉയർത്താൻ പറ്റുന്നില്ല.
പ്രതിപക്ഷം എന്ന നിലയിൽ ഒരു ജനകീയ പ്രശ്നവും ഉയർത്താൻ അവർക്കില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ 2 സമ്മേളനങ്ങളിലായി ഇതുപോലൊരു ബാനറുമായി നടുത്തളത്തിൽ സ്ഥിരതാമസമാക്കിയിരിക്കുന്നത് ഈ പ്രതിപക്ഷം. ഈ പ്രതിപക്ഷത്തിന്റെ പാപ്പരത്വത്തെയാണ് കാണിക്കുന്നത്. സ്വന്തം സീറ്റിലിരിക്കാൻ അവിടെ ഇരുന്നു കൊണ്ടൊരു പ്രശ്നം ഉന്നയിക്കാൻ പോലും കഴിയാതെ രാവിലെ 9 മണിക്ക് തന്നെ നേരെ ഇറങ്ങിയാണ്. ചട്ടം 50 പ്രകാരമുള്ള ഒരു നോട്ടീസ് ഇവർ തന്നിട്ട് കാലം എത്രയായി സർ? എത്ര കാലമായി? നേരെ വെല്ലിലിറങ്ങുകയാണ് സർ. നിയമസഭയിൽ വെല്ലിലിറങ്ങിയ പ്രതിപക്ഷത്തെ ഈ തെരഞ്ഞെടുപ്പിൽ ആളുകൾ ആഴക്കിണറ്റിലേക്ക് വലിച്ചെറിയുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതാണ് ഇവിടെ ബഹുമാന്യനായ നിയമ വ്യവസായ വകുപ്പ് മന്ത്രി പറഞ്ഞത്. സർ, കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഒരു അവിശ്വാസ പ്രമേയം ഗവൺമെന്റിനെതിരെ കൊണ്ടുവരാത്തത്? അവിശ്വാസ പ്രമേയം കൊണ്ടുവരാത്തതിന്റെ കാരണം എന്താണ്? ഈ സർക്കാരിനെ അവിശ്വസിക്കാൻ ഒരു കാരണവുമില്ല എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ പറഞ്ഞാലും ജനങ്ങൾ ഈ സർക്കാരിനെ അവിശ്വസിക്കില്ല എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് ഒരു അവിശ്വാസ പ്രമേയം പോലും നിയമസഭയുടെ ചരിത്രത്തിലാദ്യമായി ഒരു ഗവൺമെന്റിനെതിരെ കൊണ്ടുവരാൻ കഴിയാത്ത നിലയിൽ പ്രതിരോധത്തിലായ നിരായുധരായ പ്രതിപക്ഷമായിട്ടാണ് നിങ്ങൾ ഈ സഭ പിരിയുമ്പോൾ തലകുനിച്ചിറങ്ങി പോകേണ്ടി വരിക ഇവിടെ നിന്ന് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സാർ, ഇന്ന് ചരിത്ര പ്രാധാന്യമുള്ള ദിവസമാണ്. ഇന്നാണ് 5,364,000 വീടുകൾ പൂർത്തിയാക്കി മുഖ്യമന്ത്രി അതിന്റെ പ്രഖ്യാപനം നടത്തുന്നത്. സർ, കേരളത്തിന്റെ ചരിത്രത്തിൽ ഏത് കാലത്തുണ്ടായിട്ടുണ്ട്? സർ, ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്? 20,000 കോടി രൂപയാണ് 5 ലക്ഷത്തിലധികം വരുന്ന പാവപ്പെട്ടവർക്ക്, തലയ്ക്ക് മുകളിൽ ആകാശവും താഴെ ഭൂമിയുമായി കഴിഞ്ഞിരുന്ന ആളുകൾക്ക് സുരക്ഷിതമായ വീടൊരുക്കാൻ ഈ സർക്കാർ ചെലവഴിച്ചത്. അതാണ് സർ ഇടതുപക്ഷത്തിന്റെ ബദൽ മാതൃക എന്ന് പറയുന്നത്. സർ, ഇന്ത്യയിൽ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റിയൊരു സർക്കാരാണിത്. ആ സർക്കാരിനെതിരെ അവിശ്വാസം കൊണ്ടുവരാൻ അവർക്ക് മുട്ടുവിറയ്ക്കും സർ, അവർക്ക് മുട്ടുവിറയ്ക്കും. ഇപ്പോ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനെതിരെ ഇവരെല്ലാം കൂട്ടത്തോടെ രംഗത്ത് വന്നവരല്ലേ? BJPയുടെ പ്രസിഡന്റ്, കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്, മുൻ പ്രതിപക്ഷ നേതാവ് എല്ലാം. അവസാനം കേന്ദ്ര ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പാർലമെന്റിൽ അവതരിപ്പിച്ച എക്കണോമിക് സർവേയിൽ പറഞ്ഞു കേരളത്തിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ഒരു ദേശീയ മാതൃകയാണ് എന്ന്. നാവിറങ്ങിപ്പോയോ നിങ്ങളുടെയൊക്കെ? നാവിറങ്ങിപ്പോയോ സാർ? ഇവരിപ്പോ ഒരു തന്ത്രം ആവിഷ്കരിച്ചിരിക്കുകയാണ്. BJPയുമായി ചേർന്നുള്ള തന്ത്രമാണ്. അമിത്ഷായാണ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് ഇന്ത്യയിലെ ഏക ഇടതുപക്ഷ ഗവൺമെന്റിനെ ഈ തെരഞ്ഞെടുപ്പോടുകൂടി തുടച്ചു നീക്കും. ആരാണ് പ്രഖ്യാപിക്കുന്നത്? അമിത്ഷായാണ് പ്രഖ്യാപിക്കുന്നത്. അമിത്ഷാ പ്രഖ്യാപിക്കുന്നു തുടച്ചു നീക്കും ഇടതുപക്ഷത്തിന്റെ ഇന്ത്യയിലെ ഏക ഗവൺമെന്റിനെ. അമിത്ഷായ്ക്ക് അത് പ്രഖ്യാപിക്കാനുള്ള പ്രതീക്ഷ എന്താണ്? അത് അവർക്ക് BJPക്ക് കേരളത്തിൽ അധികാരത്തിൽ വരാമെന്ന പ്രതീക്ഷയിലാണോ? അല്ല. BJP എന്താണ് അവർ കണക്കാക്കിയിരിക്കുന്നത്? ഈ തെരഞ്ഞെടുപ്പിൽ UDFനെ സഹായിച്ച് എങ്ങനെയെങ്കിലും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റിനെ അധികാരത്തിലെത്തിയാൽ കോൺഗ്രസിനെ ജയിപ്പിച്ച് പിന്നെ വിലക്ക് വാങ്ങാം എന്നാണ് അമിത്ഷാ കണക്കാക്കിയിരിക്കുന്നത്. സാർ, കർണാടകയിൽ വിജയിച്ച കോൺഗ്രസിനെയാണ് വിലക്ക് വാങ്ങിയത്. ഗോവയിൽ വിജയിച്ച കോൺഗ്രസിനെയാണ് വിലക്ക് വാങ്ങിയത്. അരുണാചൽ പ്രദേശിൽ വിജയിച്ചവരെയാണ് മൊത്തത്തിൽ വിലക്കെടുത്തത് BJP. മഹാരാഷ്ട്രയിൽ വിജയിച്ച കോൺഗ്രസിനെയാണ് വിലക്ക് വാങ്ങിയത്. മണിപ്പൂരിൽ വിജയിച്ച കോൺഗ്രസിനെയാണ് വിലക്ക് വാങ്ങിയത്. ഇപ്പോഴിതാ ബീഹാറിൽ ആകെ ജയിച്ചത് 6 MLA-മാർ. 6 പേരും ജയിച്ചവർ BJPയിലേക്ക് പോവുകയാണ്. കോൺഗ്രസിനെ വിജയിപ്പിക്കാൻ വോട്ട് കൊടുത്താൽ അത് BJPക്കുള്ള നിക്ഷേപമാണ് എന്ന് അമിത്ഷായ്ക്ക് അറിയാം. ഒറ്റയ്ക്ക് BJPക്ക് വോട്ട് നേടി ഇവിടെ ജയിച്ച് അധികാരത്തിൽ വരാനാവില്ല. അപ്പൊ കോൺഗ്രസിനെ ജയിപ്പിച്ച് ആ കോൺഗ്രസിനെ പിന്നെ BJP ആക്കി മാറ്റാനാവുമോ എന്ന ഗൂഢതന്ത്രമാണ് അമിത്ഷാ പയറ്റുന്നത്. അതിന് പലരുമായും സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട് സാർ. അപ്പുറത്തിരിക്കുന്ന പലരും ഈ ധാരണയിൽ പങ്കാളികളാണ്. അവരെല്ലാം ഊഴം കാത്തു നിൽക്കുന്നവരാണ് സാർ. ഒന്ന് വിജയിച്ച് കിട്ടിയാൽ നാളെ BJPയുടെ വള്ളത്തിലേക്ക് പോകാൻ ഊഴം കാത്തു നിൽക്കുന്നവരാണ്. അതാണ് ഈ നിയമസഭയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പേക്കൂത്ത്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സാർ, ഈ സർക്കാരിനെതിരെ നേരത്തെ ബഹുമാന്യനായ മന്ത്രി പറഞ്ഞതുപോലെ ഞങ്ങൾ 21 മന്ത്രിമാരുണ്ടല്ലോ. ഈ 21 മന്ത്രിമാർക്കെതിരായും ഒരാരോപണം പോലും ഈ കഴിഞ്ഞ 5 വർഷം ഉന്നയിക്കാൻ കഴിയാത്ത പ്രതിപക്ഷം എങ്ങനെയെങ്കിലും ഈ സഭയൊന്ന് തീർന്നു കിട്ടിയാൽ മതി, ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി എന്ന മാനസികാവസ്ഥയിലാണ് ഈ പ്രതിപക്ഷത്തെ. തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഒരു പാഠം പഠിപ്പിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അദ്ദേഹം കുറെ സമയം പറയുന്നത് പെട്ടെന്ന് ചുരുക്കി പറഞ്ഞു സാർ. ഞാൻ കഴിഞ്ഞ സഭയില് ശബരിമല സ്വർണ്ണ കേസിൽ
സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഈ കേസിൽ പ്രതിയായ ആൾക്കാർ പോയതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉന്നയിച്ചിരുന്നു. അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു മറുപടിയും കോൺഗ്രസിന്റെ നേതാവോ പ്രതിപക്ഷ നേതാവോ ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടില്ല. സർ, കെ ബാബു ആ കാര്യം സംബന്ധിച്ചിടത്തോളം ഒരു മറുപടി പറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാർ, അതുപോലെ തന്നെ നേരത്തെ ബഹുമാനപ്പെട്ട രാജീവ് മന്ത്രി ഒരു കാര്യം ഇവിടെ സൂചിപ്പിച്ചു. വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഈ അധ്യയന വർഷം 3 മാസങ്ങൾക്ക് മുമ്പേ കേരളത്തിലെ 47 ലക്ഷം വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകം എത്തിക്കുന്നതിന് വേണ്ടി തയ്യാറായ ഗവൺമെന്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. സാർ, മുൻപ് പാഠപുസ്തകം ഇല്ലാത്തതിന്റെ പേരിൽ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പരീക്ഷ എഴുതുകയും ഓണപരീക്ഷ എന്തുകൊണ്ട് നടത്തിയില്ല എന്ന് ചോദിച്ചപ്പോൾ ഓണം നേരത്തെ വന്നതിന് ഞാനെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചവരാണ്. സാർ, ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല ഇത് പറയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അദ്ദേഹം സാർ, കേരളത്തിലെ 47 ലക്ഷം വീടുകളെ ബാധിക്കുന്ന പ്രശ്നമല്ലേ സാർ? പാവപ്പെട്ട കുട്ടികളെ ബാധിക്കുന്ന പ്രശ്നമല്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ചെയ്തത് ഏറ്റവും നല്ല കാര്യമാണെന്നുള്ള കാര്യമല്ലേ സാർ പറയേണ്ടത്? സാർ, അതുപോലെ സാർ 5 വർഷക്കാലം കഴിഞ്ഞല്ലോ സാർ. ജനാധിപത്യ സംവിധാനത്തിൽ ഇവർക്ക് അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള വകുപ്പുണ്ടല്ലോ സാർ. സാർ, എന്തുകൊണ്ട് സാർ കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ ഏതെങ്കിലും ഒരു ആരോപണവും ഉന്നയിച്ച് ഈ ഗവൺമെന്റിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നതിന് വേണ്ടി ധൈര്യമില്ലാത്തവരാണ് സാർ. സാർ, അതുകൊണ്ട് ബഹുമാനപ്പെട്ട സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഈ കാട്ടുകള്ളന്മാർ എങ്ങനെ പോയി എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അവർ വിശദീകരിക്കുമെന്നാണ് സാർ ഞാൻ നോക്കുന്നത്. സാർ, അതുപോലെ തന്നെ സാർ കോടതിയല്ലേ സാർ ഈ അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്? കോടതിയല്ലേ അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്? അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് പറഞ്ഞാൽ എന്ത് ന്യായമാണുള്ളത് സാർ? ഇവർക്ക് എന്തുകൊണ്ട് ഈ കോടതി നിയോഗിച്ച അന്വേഷണ കമ്മീഷനെതിരായി മറ്റു ഉയർന്ന കോടതിയിൽ പോകുന്നതിന് വേണ്ടി ധൈര്യം കാണിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി പറയേണ്ടത് സാർ.